എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. നമ്മുടെ ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും മാധ്യമ സ്വാതന്ത്ര്യവുമെല്ലാം നാളെ എന്താകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് രാജ്യത്തുള്ളതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ 9ാമത് സംസ്ഥാന സമ്മേളനത്തിൽ മാധ്യമ സെമിനാർ തിരുവനന്തപുരം നന്തങ്കോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ചരിത്രമടക്കം തിരുത്തി രേഖപ്പെടുത്തുന്നത് രാജ്യത്തിന് തന്നെ ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശ്ശൂർ പൂരങ്ങളുടെ ആരംഭിച്ചതും പിന്നെ ഇടതുപക്ഷങ്ങളുടെ ഇതിനെക്കുറിച്ച് ഇന്നത്തെ നമ്പർ അങ്ങനെ ശ്രദ്ധിക്കും. ഇത് ജോർജ് ഗാന്ധിയെ പറയുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന അതായത് സമാധാനം എത്തിക്കുന്ന ആ സംഘടനത്തിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ ഗാന്ധിയുടെ മനോഹരമായിട്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് കാണിച്ചത് ലോക സമാധാന സന്ദേശം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു ദിനമാചരിക്കണം. അത് ഏത് ദിനമായിരിക്കണമെന്ന് അവർ ആലോചിച്ചു. അപ്പോൾ അവർ സ്വീകരിച്ചത് ഗാന്ധി ജന്മദിനം. ഇതാണ് ലോകത്തിലാണ്. ഇവിടെയാണ് ചരിത്ര വിഷയവാർത്ത ചരിത്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. എന്താണ് സംഭവിക്കാവുന്നത്? കഴിഞ്ഞ 5 ദിവസങ്ങളിൽ വാർത്ത വന്നു. താജ്മഹൽ സ്ഥലത്ത് അവിടെ ക്ഷേത്രം വരുന്നു. കുറേ മാസങ്ങൾക്ക് മുമ്പേ ഈ വാർത്ത വെക്കാൻ നിർത്തിവെച്ചു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. നമുക്കെല്ലാം പറയാൻ അനശ്വരമായ ദൈവത്തിന്റെ മനോഹരമായ വെണ്ണക്കൽ പ്രതീകം. അത് ലോകത്ഭുതങ്ങളൊന്നും സപ്തത്വങ്ങളും അത് പൊളിച്ച് സത്യം പറയുന്നതിനോട് പറയുന്ന ഇത് പറഞ്ഞാൽ എന്തെല്ലാം ഇവിടെ തകർന്നിട്ടുള്ളൂ, എന്തെല്ലാം ഇവിടെ പൊളിക്കത്തുള്ളൂ, എന്തെല്ലാം വംശനാശമാണ് ഇവിടെ രൗദ്രീകരപ്പെട്ട പ്രവർത്തന ഭാഗമായി തകർക്കപ്പെടുകയും നിങ്ങൾക്ക് പ്രവർത്തിക്കാനേ കഴിയില്ല. ഇതിനെതിരായിട്ടുള്ള ആത്മരോഷം, ഒരു സാംസ്കാരിക മുന്നേറ്റം, പ്രതിഷേധം കൊടുക്കാറ്റുയർത്താൻ ആർക്കും സാധിക്കുന്നില്ല. ഒന്നും ഞങ്ങളെ വസിക്കാം, വന്നത് വരിക, കാണുക, നേടിയിരിക്കുക എന്ന നിരക്ക് നമ്മളെല്ലാം തന്നെ നിർവികാരതയുടെയും ഈശ്വരത്വത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും തടങ്കലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എന്നതായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനും കാണുകയും കേൾക്കുകയും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും ഭരണഘടനയും പൗരസ്വാതന്ത്ര്യവും കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. KJU മുൻ സംസ്ഥാന പ്രസിഡന്റ് ബാബു തോമസ് മാധ്യമ സെമിനാർ സെഷനിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തനം തന്നെ ഏറെ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ് കടന്നുപോകുന്നത്. പ്രാദേശിക മാധ്യമ പ്രവർത്തനം ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സെമിനാറിൽ വിശിഷ്ടാതിഥിയായി സംസാരിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അവരൊരു ലോക്കൽ ഏരിയയിലുള്ള പ്രവർത്തനമായിരുന്നു, അല്ലെ ഒരു ജില്ലയിലായിരിക്കും അവിടെ വലിയ വരുമാനമൊന്നും കിട്ടില്ല. എന്നാൽ പത്രലേഖകരാണെന്നുള്ള ബഹുമാനം കിട്ടും. കേരളത്തിന് വെളിയിലാണെങ്കിൽ പത്രലേഖകർക്ക് പത്രസമ്മേളനം നടത്തുന്നതിന് പൈസ ചായ പോലും കൊടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി തമിഴ്നാട് ചാർത്തുന്നു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും ഓരോ കവറുണ്ട് പുറത്തേക്ക് കഴിയുന്നത്. അപ്പം ഞാൻ പാർട്ടിക്കാരുടെ ഇതെന്താ കവർ? സാറ ഇവിടെ അങ്ങനെയാണ് വയനാട് പത്രപ്രവർത്തകർക്ക് ഹൈദരാബാദിൽ ചെന്നപ്പോൾ ചെയ്താൽ കേരളത്തിൽ അങ്ങനെ സമ്പ്രദായമില്ല. കാരണം അത് വാസ്തവത്തിൽ ന്യൂസിനെ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ടും ഒരു ഉയർന്ന ചിന്തയുള്ളത് കൊണ്ടുമാണ് കേരളത്തിൽ ആ ഒരു പ്രാക്ടീസ് ഇല്ല. അപ്പൊ കേരളത്തിലെ പത്രപ്രവർത്തകർ പൊതുവെ ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവർ ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കുകയും അവർ തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മാന്യത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകളുണ്ട്. അവർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയാൽ അവർക്ക് അതിൻ്റെതായ ഒരു
പ്രയോജനം കിട്ടും, സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. നിർഭയമായ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാരുകൾ മുന്നോട്ട് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഭയദൗർബല്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് പറഞ്ഞ സ്വദേശാഭിമാനികൾ കൃഷികളുണ്ട്. ഭരണകൂടങ്ങൾക്കെതിരെ നിശ്ചിതമായ വിമർശനം നടത്തിയതിന്റെ പേരിൽ SR വിനു, ശിവകൈലാസ് തുടങ്ങിയവർ സെമിനാറിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.